ഈ വാർഡിലെ മെമ്പറാണ്. പേര്? എന്റെ പേര് ശാന്തി പ്രസാദ്. ഈ ഒരു കേസ് വന്നപ്പോൾ നമുക്ക് ഇതിന് മുമ്പ് എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ പറ്റി നമുക്കറിയത്തില്ല. കാരണം അവരുടെ വീടുകളിലെ പ്രശ്നങ്ങൾ അങ്ങനെ വെളിയിലേക്ക് വന്ന് നമ്മൾ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പം എന്തെങ്കിലും ഒക്കെ ഇല്ലാതെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പൊ അതെന്താണെന്ന് അറിയാനാണ് നാട്ടുകാർ വീട്ടുകാരെയൊക്കെ നമുക്കറിയാം. ഞാൻ എന്റെ ബന്ധുവും കൂടിയാണ്. അപ്പൊ പക്ഷെ നമുക്ക് ഇതുവാണെങ്കിൽ നമ്മളോടുള്ള പെരുമാറ്റവും ഉള്ളിലുള്ള പെരുമാറ്റവും നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ച് പറയാനായിട്ട് നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ സംഭവം ഉണ്ടാകണമെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു വസ്തുത ഉണ്ടാവില്ല. ആ വസ്തുത എന്താണെന്ന് ഈ നാട്ടിലുള്ള ജനങ്ങളോടൊപ്പം തന്നെ എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. സ്ത്രീ എന്ന നിലയിൽ, ഒരു വനിതാ മെമ്പർ എന്നതിലുപരി ഒരു സ്ത്രീ എന്ന നിലയിലും പെൺകുട്ടികളുടെ അമ്മ എന്ന നിലയിലും എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് സംഭവിച്ചത്. അപ്പം നമ്മൾ നാട്ടുകാരെല്ലാവരും സംയമനത്തോടുകൂടി ഇത്രയും ദിവസവും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും നീക്കുപോക്കുകളെ പറ്റി കേസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയതായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ആകെ ചാനലുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരങ്ങളും ഇത്രയും ദിവസത്തിനോടൊന്നും ഈ നാട്ടിൽ നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ഇതിന്റെ നീക്കുപോക്കുന്നത്, എവിടെയാണ് ഇതിന്റെ അനാസ്ഥ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നീതി കിട്ടണമെങ്കിൽ ഏത് ഇതിലേക്ക് നീങ്ങണം എന്നുള്ളതിനെ പറ്റി ഒരു തുടക്കം മാത്രമാണ്. ഇതിൽ നമുക്ക് ഒരു മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സമുദായമോ അതെ അഡ്വക്കേറ്റ് ആണ്. എന്താണ് സംഭവം? കാരണം അത്രയും ഒരു കഴിവുള്ള ഒരു കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയ സാഹചര്യം എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ആർക്കും ഞങ്ങൾക്ക് ഈ നിൽക്കുന്ന ആളെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണ് സംഭവിച്ചത്. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിച്ചെങ്കിൽ അതിന് പിന്നിൽ എന്തുണ്ടായി എന്നറിയാൻ എല്ലാവർക്കും അറിയാം. എന്തുണ്ടായി അല്ലെങ്കിൽ ഇനി എന്താണ് നീക്കം എന്നതിനെപ്പറ്റി ഔദ്യോഗികമായ ഒരു വ്യക്തതയും ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു CCTV വിഷ്വൽസ് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏതൊരു കേസിലാണെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ CCTV വിഷ്വൽസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു വിഷ്വൽസ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇത് സംഭവിച്ചു ഇത്രയും 10 ദിവസമായിട്ട് ഇതിലൊരു പുരോഗതി കാണുന്നില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മളാരും മിണ്ടാതിരിക്കാന്ന് പറയുമ്പോൾ നമ്മൾ മൗനമായിട്ടിരിക്കുമ്പോൾ അതിലെന്താ അർത്ഥം ഇരിക്കുന്നത്? അങ്ങനെ നമ്മളിൽ ഒരാള് ഇവിടുന്ന് നശിച്ചുപോയി ഒരാളല്ല, ആളുടെ കൂടെ 2 കുഞ്ഞുങ്ങൾ. അപ്പൊ അത് എന്താണ് കാരണം, എന്തിലേക്ക് നീങ്ങുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങൾ നാട്ടുകാർ എന്നൊരു ലേബലിൽ തന്നെയാണ് ഇന്നത്തെ സംഭവം. നാട്ടുകാർ എന്ന ലേബലിൽ തന്നെ ആളുകൾ ഇറങ്ങാനായിട്ട് ആളുകൾ തന്നെ പരസ്പരം ആലോചിച്ച് ആളുകൾ തന്നെ പരസ്പരം 1-2 പേര് തമ്മിൽ വന്ന സംശയങ്ങളുടെ നിവാരണമായിട്ട് വന്ന ഒരു വലിയ ഗ്രൂപ്പാണിത്. ഇതിൽ നമുക്ക് വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന വിദേശത്ത് ജോലി ചെയ്യുന്നവരും നമ്മുടെ ഈ ഒരു ഇതിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം നാട്ടിലുള്ളവരാണ് ഇപ്പോൾ നമുക്ക് വരുമെന്ന് അറിയിച്ചിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ തുടക്കം എന്ന നിലയിൽ എത്ര പേരുണ്ടാകും, എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി പൂർണ്ണമായ ഒരു വിവരം പറയാനായിട്ട് സാധിക്കും. ഇല്ല, നമ്മൾ കാഷ്വൽ ടോക്ക് അല്ലാതെ എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ട സാഹചര്യം അവരെയൊക്കെ നേരത്തോട്ട് അറിയാവുന്ന അറിയാം പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് സ്കൂളിൽ പഠിച്ചത്. ഇന്ന കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഇതൊരു UP സ്കൂളാണ്. UP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ തിരിച്ചറിവും ആ ഒരു പ്രായത്തിലെ നമ്മുടെ അറിവുകളും വെച്ചിട്ട് വലിയ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ പറയുക എന്നത് അറിയാൻ പറ്റില്ല. എങ്ങനെയാ പറയേണ്ടതെന്നുള്ളത് അത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള അഭിപ്രായമാണ് വരുന്നത്. അത് എങ്ങനെയാണെന്ന് പറയേണ്ടത്. ഞാൻ അത്യാവശ്യം നല്ല പഠിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് പൊതുവിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഞാൻ സ്കൂളിൽ, അതായത് ഒരാളുടെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടില്ല. പക്ഷേ ടീച്ചറിനെ കുറിച്ച് ഇപ്പോൾ ഉള്ള അഭിപ്രായങ്ങളും പിന്നെ ടീച്ചറെന്ന നിലയിലൊരു ടീച്ചറിന് വീട്ടിനുള്ളിൽ എങ്ങനായിരുന്നു എന്ന് പറയാൻ ഞാനാവില്ല. എനിക്കറിയില്ല. അതാണല്ലോ ഇപ്പോഴത്തെ നമ്മളൊരു പ്രശ്നം. സമൂഹത്തിലും ടീച്ചർ എന്ന നിലയിലും എങ്ങനെ ആയിരുന്നു എന്നുള്ളത് വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കും. അതല്ലാതെ അറിയാം. എനിക്ക് എല്ലാവരെയും ചെറുപ്പം തൊട്ട് അറിയാവുന്നതാണ്. അവരെല്ലാം സ്കൂൾ കാലഘട്ടം തൊട്ട് അറിയുന്നതാണ്. സ്മോളെ മാത്രമാണ് കല്യാണം കഴിച്ചു വന്നിട്ട് അറിയാവുന്നത്. ബാക്കി എല്ലാവരും കുഞ്ഞു പ്രായത്തിൽ നിന്നുള്ളത് എനിക്കറിയാവുന്നത്. വിഷ്ണുവൾക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങളിപ്പം ഇത്രയും വൈകിയ വേളയിൽ ഒരു 10 ദിവസമായി സംഭവം തന്നെ ഇത്രയും നാളും അതിനെതിരെ ഒരു ഇത് വരുന്നില്ല. എന്താ സംഭവം പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് അത് അറിയണം. അതുകൂടാതെ തന്നെ ജിസ്മോള് 2 കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടുന്ന് മെമ്പർ പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് എല്ലാവരുടെയും സംശയം ഇത്രയും ഈ വഴി കടന്നു പോകുന്നത്
ഇത്രയും CCTV ക്യാമറ ഉണ്ട്. പക്ഷെ ഒരിടത്ത് പോലും ആ ദൃശ്യം ഞങ്ങളെ കാണിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഷൈനി അവിടെ മരിച്ചു, അവിടെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ഇത് കാണിച്ചത്. അതുപോലെ തന്നെ ഈ ജിസ്മോളുടെ വീട്ടിലും CCTV ക്യാമറയുണ്ട്. അത് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു സംശയം ഞങ്ങൾക്ക് വളരെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു നിവാരണം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പലയിടത്തും ഉണ്ട്. ആ ഒരു ഇത് ഞങ്ങൾക്ക് ഈ ഒരു വഴി മാത്രമല്ല അങ്ങോട്ട് പോകാനുള്ളത്. ഇതൊരു വഴി അവിടെ വരെ നമുക്ക് ഇതിലെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. അതല്ല തിരുവഞ്ചൂരി എന്നിട്ട് വഴി, പിന്നെ നമുക്ക് കട്ടൂട്ടിക്കോല, അങ്ങനെ നമുക്ക് ഈ പ്രദേശത്തേക്ക് എത്താൻ പല വഴികളുണ്ട്. ഈ ഒരു വഴിക്കുള്ള ഒരു CCTV വിഷ്വൽസോ അല്ലെങ്കിൽ ഇയാൾ പോയതായിട്ട് കണ്ടതായിട്ട് സാക്ഷി മൊഴിയോ ഒന്നും ഇതുവരെ ആരുടെയും ഭാഗത്തുനിന്ന് കേട്ടിട്ടില്ല. അങ്ങനെ ഒരു നമുക്ക് ഒരിക്കലും ഏതെങ്കിലും ഒന്ന് പറഞ്ഞാലല്ലേ നമുക്കത് പറയാൻ. പിന്നെ ഇത്രയും കുറച്ച് വീട്ടിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നടന്നതിന് ശേഷമാണല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് പോവുക എന്ന് പറയുമ്പം നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഒരു കൺഫ്യൂഷനുണ്ട്. എന്നാലും നമുക്ക് കൊലപാതകമാണെന്നോ ആത്മഹത്യയാണെന്നോ അടിവരയിട്ട് പറയാൻ നമുക്കില്ല. എങ്കിൽ പോലും ഈ വസ്തുത പരിശോധിക്കുമ്പോൾ അതിലൊരു കൺഫ്യൂഷനുണ്ട്. കാരണം സ്കൂട്ടർ ഓടിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. നമ്മൾ ആർക്കായാലും, ഞാൻ ഉൾപ്പെടെ സ്കൂട്ടർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ആ കുട്ടി എങ്ങനെ മാനേജ് ചെയ്ത് സ്കൂട്ടർ ഓടിച്ചു എന്നുള്ളത് എൻ്റെ യുക്തിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിലുപരി ഒരു ആത്മഹത്യാ പ്രേരണ, അവർ ആത്മഹത്യ തന്നെ ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ ഇപ്പം നമ്മളുടെ ദിവ്യനെ അറസ്റ്റ് ചെയ്തു. എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്തത്? അവർ ADM-നെ കേസിൽ അവർ പ്രേരിപ്പിച്ചു. എന്തുകൊണ്ട് ഈ അമ്മയും 2 കുഞ്ഞു മക്കളും മരിച്ചിട്ട് അവരെ ഈ ജിമ്മിക്കെതിരെ ചെറുകല്ലിൽ ഇറക്കാൻ ഞങ്ങൾ പോലീസിനെ കഴിയുന്നില്ല. ഇത് ശരിക്കും ഞങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. അറിയാം, ഞാൻ ഇവിടെ കെട്ടിക്കൊണ്ട് വന്ന ആളാണ്. അപ്പൊ ആ കാലം തൊട്ട് എനിക്കറിയാം. പുറമെ സൗമ്യനാണെന്നാണല്ലോ ഞങ്ങളുടെ നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞത്. പിന്നെ നമ്മൾ പോവുകയാണല്ലോ ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചറിനെ ഈ പറഞ്ഞ പോലെ തന്നെ പുറമെ അവരെല്ലാം സൗമ്യതയുടെ ആൾരൂപങ്ങളാണ്. പക്ഷെ ഇതിപ്പോ കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ വളരെ അവിശ്വസനീയമായ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയും ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് ആ വേലക്കാരെയെങ്കിലും ചോദ്യം ചെയ്യാമല്ലോ, അതുപോലും ചെയ്തിട്ടില്ല. ശരിക്കും അവരൊരു നല്ല കുടുംബിനിയായിരുന്നു ഈ ജിസ്മോൾ എന്ന് പറഞ്ഞ വ്യക്തി. അവർ വളരെ ഒതുങ്ങി, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടും നല്ല ജനങ്ങളെ അറിഞ്ഞു നല്ല രീതിയിൽ ജീവിച്ചു വന്നൊരു നല്ലൊരു സഹാനുഭൂതിയുള്ള ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളിൽ ഒതുക്കിക്കൊണ്ട് അവർ നല്ലൊരു സ്ത്രീയായിട്ട് ജീവിച്ചത്. മുന്നോട്ട് അങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം സംഭവിച്ചു പോയതാണ് ഇതെന്ന് ഞങ്ങൾ നാട്ടുകാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.